വിശുദ്ധ അലക്സിസിൻ്റെയും വിശുദ്ധ ബോണിഫാസിൻ്റെയും പേരിലുള്ള ഒരു ബസിലിക്ക റോമൻ കത്തോലിക്ക സഭയ്ക്ക് ഓറിയൻ്റൽ സഭയുമായി 6-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു ബസിലിക്ക കൂടിയാണിത്. അലക്സിസിൻ്റെയും ബോണിഫാസിൻ്റെയും ജീവിതവുമായി ഇതിനൊരുപാട് ബന്ധമുണ്ട്. അലക്സിസ് റോമിലെ അവൻ്റൻ കുന്നിൻ ഒരു പ്രഭുവിൻ്റെ മകനായി ജനിച്ച വ്യക്തിയാണ്. എന്നാൽ ബോണിഫാസ് ഓറിയൻ്റൽ സഭയുടെ കേന്ദ്രങ്ങളിലൊന്നായ എഡേസയിൽ ജനിച്ച് ആഡംബരത്തിലും ദുഷ്പ്രവൃത്തിയിലും ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. പിന്നീട് മനസാന്തരപ്പെട്ട് വിശുദ്ധ ജീവിതം നയിച്ച് താപസ ജീവിതം നയിച്ച് മരിച്ച രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധനാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം റോമിലേക്ക് കൊണ്ടുവന്നു ഈ ദേവാലയത്തിൽ സംസ്കരിച്ചു എന്നാണ് പറയുക. എന്നാൽ അലക്സിസ് ഒരു ധനികൻ്റെ മകനായി ജനിച്ച് വിവാഹത്തിൻ്റെ തലേ ദിവസം കുലീനയായ ഭാര്യ ഉപേക്ഷിച്ച് എഡേസിലേക്ക് പോവുകയും 17 വർഷക്കാലം അവിടെ വിശുദ്ധ ജീവിതം നയിച്ചു. തൻ്റെ ജീവിത വിശുദ്ധി ജനങ്ങളിലേക്ക് കൂടുതൽ പ്രചരിക്കുന്നുവെന്ന് മനസ്സിലായ അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ഒരു തപസ്സു സ്ഥലം തേടി തിരിച്ച് റോമിലേക്ക് വരികയും തൻ്റെ പിതാവിൻ്റെ കൊട്ടാര സദൃശമായ ഭവനത്തിൻ്റെ നിലവറയിൽ അദ്ദേഹം ഒരു യാചകനെ പോലെ ജീവിച്ചു എന്നാണ് പറയുക. പ്രാർത്ഥനയിലും പ്രായശ്ചിത്തത്തിലും അങ്ങനെ ജീവിച്ചു. 17 വർഷം കൂടി അദ്ദേഹം ആ തടവറയിൽ ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഒരു പ്രത്യേകമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു മണിനാദം കേട്ട ആളുകൾ ഇവിടേക്ക് ഓടിയെത്തി എന്നാണ് പറയുക. അങ്ങനെ വിശുദ്ധ ബോണിഫാസിൻ്റെ പേരിലുള്ള ആ ദേവാലയത്തിൽ വിശുദ്ധ അലക്സിസിനെയും സംസ്കരിച്ചു. ഇന്ന് പ്രധാന അൾത്താരയ്ക്ക് താഴെ ഈ 2 വിശുദ്ധരുടെയും തിരുശേഷിപ്പുകൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ അലക്സിസിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി വിശുദ്ധ നാടകങ്ങളും കഥകളും കവിതകളുമൊക്കെ നിർമ്മിക്കുകയും യൂറോപ്പിലുടനീളം പ്രസിദ്ധമാക്കുകയും ചെയ്തിട്ടുണ്ട്. 3-ാം നൂറ്റാണ്ടിൻ്റെയും 4-ാം നൂറ്റാണ്ടിൻ്റെയും ഇടയിലാണ് ഈ ബസിലിക്ക പണിതിരിക്കുന്നത്. ആദ്യം വിശുദ്ധ ബോണിഫാസിനെയും പിന്നീട് വിശുദ്ധ അലക്സിസിനെയും അടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ബസിലിക്കയുടെ പ്രധാന പള്ളിയുടെ താഴെയുള്ള ക്രിപ്റ്റിൽ കന്റർബറി ആർച്ച് ബിഷപ്പ് ഇംഗ്ലണ്ടിലെ ഹെൻറി 2-ാമൻ രാജാവിൻ്റെ ഉറ്റ സുഹൃത്തുമായ സെന്റ് തോമസ് ബക്കറ്റിൻ്റെ തിരുശേഷിപ്പും സൂക്ഷിച്ചിരിക്കുന്നു. വിശുദ്ധ സെബസ്ത്യാനോസിനെ രക്തസാക്ഷിത്വം വരിക്കുവാൻ വേണ്ടി ബന്ധിച്ചിരുന്നതായി കരുതുന്ന ഒരു തൂണും ഈ ക്രിപ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി വിശുദ്ധ അലക്സിസിൻ്റേതെന്ന് കരുതുന്ന അദ്ദേഹം അവസാന കാലഘട്ടങ്ങളിൽ മരിച്ച ആ കട്ടിൽ കലാകാരൻ്റെ ആശയം പോലെ മാലാഖമാർ സുഖത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ അത് പ്രദർശിപ്പിച്ച് വച്ചിട്ടുമുണ്ട്. പിന്നെ വിശുദ്ധ അലക്സിസിൻ്റേതെന്ന് പറയുന്ന ഒരു ചെറിയ കിണറിൻ്റെ ഭാഗവും നമുക്ക് ഈ ബസിലിക്കയിൽ കാണുവാൻ സാധിക്കും.